വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച നാശം വലുതായിരുന്നു. ജനജീവിതം താറുമാറായി തീർന്ന് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അനേക പ്രിയപ്പെട്ടവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങിയെത്തുവാനായിട്ട് ഇനിയും അധികം സമയമെടുക്കും. ഇതിനിടയിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. പലരുടെയും ശരീരഭാഗങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ഹൃദയഭേദകമായ വലിയ കാഴ്ച നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്ക് അപ്പുറമായിട്ട് എത്രയോ ഭീകരമായിരിക്കും അവിടുത്തെ കാഴ്ചകളെന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഞെട്ടിപ്പിക്കുന്നതും വേദന ഉളവാക്കുന്നതുമായ മറ്റു പല വസ്തുതകളും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ താമസിച്ചിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ ജീവരക്ഷാർത്ഥം അവിടുന്ന് മാറി മറ്റ് ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ അവർ മാറുവാനിടയായിരുന്നു. അങ്ങനെ അവർ തങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ വിട്ടിട്ട് അവർ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ എവിടെയും ഉണ്ടല്ലോ തുരപ്പന്മാർ. അവര് തക്കം പാർത്തിരിക്കുകയും വീടുകളിലൊക്കെ കയറി അലമാരികൾ കുത്തി തുറന്നും അവർക്ക് കിട്ടാവുന്നതൊക്കെ അവര് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചകളും ഇതിനിടെ വേദനാജനകമായ കാഴ്ച. ഇതൊന്നും ഒരിക്കലും ഒരു ദുരന്ത സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അന്യന്റെ ദുരിതം എൻ്റെ ആശ്വാസം എന്നാണ് പണ്ടാരോ ദുരിതാശ്വാസത്തിന് നിർവചനം കൊടുത്തത്. ഇതുപോലെയാണ് പലർക്കും. മറ്റൊരു വസ്തുത, ദുരിതാശ്വാസത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങളിൽ പഴകിയ വസ്ത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉപയോഗശൂന്യമായ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഡംപ് ചെയ്യാനുള്ള സ്ഥലമല്ല ദുരന്തഭൂമി എന്ന് ഇനിയെങ്കിലും മലയാളി പഠിക്കണം. ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കിലോ കണക്കിന് വസ്ത്രങ്ങൾ അവിടെ സംസ്കരിച്ചതായിട്ട് കാണുന്നു. ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നെങ്കിൽ അത് മനസ്സോടെ ചെയ്യുക, നല്ലത് ചെയ്യാൻ പഠിക്കുക, ഉപയോഗയോഗ്യമായത് ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, അതാണ് ഉത്തമം. ഇനി മേലാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളെ പിന്നെയും ഭീകരമായ നമ്മുടെ പ്രവൃത്തികളിലൂടെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ പറയാനുള്ളൂ. പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.